ഹലോ. അപ്പോൾ ഇന്നൊരു വിഷു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ നേരുന്നു. അപ്പോൾ രാവിലെ ഒരു 3:30 ആയപ്പോൾ എഴുന്നേറ്റ് ഞങ്ങളെല്ലാവരും കണി കണ്ടിട്ടുണ്ട് കേട്ടോ. അമ്മ ഉണ്ണിയപ്പമൊക്കെ രാവിലെ തന്നെ തയ്യാറാക്കിയിട്ട് വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഫ്രഷായ ശേഷം അടുക്കളയിൽ കയറി. അപ്പോൾ ഇനി സദ്യക്കുള്ള പരിപാടിയിൽ അമ്മയോടൊപ്പം ഞാനും കൂടി കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചടി ഉണ്ടാക്കിയ ശേഷം പിന്നെ ഓലനാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഓലൻ തയ്യാറാക്കാനുള്ള കഷ്ണങ്ങളെ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് അവിയലിനുള്ള കഷ്ണങ്ങൾ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഷ്ണങ്ങൾ റെഡിയായി കിട്ടുമ്പോഴേക്കും നമുക്ക് രാവിലത്തെ ഫുഡിനുള്ള പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി കൂടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഷ്ണങ്ങളൊക്കെ വെന്ത് റെഡിയായി കിട്ടിയപ്പോൾ അതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അവിയൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. സദ്യയിലെ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ അവിയലെന്ന് പറയുന്നത്. അപ്പോൾ ഇഡ്ഡലി റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി നമ്മൾ ഓരോ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിക്ക് ഇന്ന് തേങ്ങാ ചമ്മന്തിയാണ്. അപ്പം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മന്തിയും റെഡിയായി കിട്ടിയിട്ടുണ്ട്. സാധാ അടുപ്പില്ലാത്തത് കൊണ്ട് പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് വെച്ചത്. അടുത്തത് ഉണ്ടാക്കുന്നത് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സാമ്പാറാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വെണ്ടയ്ക്ക വഴറ്റി സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സാമ്പാറും റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുക്കിങ്ങിൻ്റെ തിരക്കിൽ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. സമയം 10 മണി ആയിട്ടുണ്ട്. ഫസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. ഒപ്പം കുറച്ച് സാമ്പാറും ചട്നിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത ശേഷം പായസത്തിൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. അപ്പോൾ അടപ്പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പാലട മിക്സാണ് വാങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് പാലൊന്ന് കുറുക്കിയെടുത്ത ശേഷം അതിലേക്ക് പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ പാലട മിക്സ് വാങ്ങുകയാണ് കേട്ടോ ചെയ്തത്.
അടുത്തത് വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയെല്ലാം ഒന്ന് ഇളക്കി റെഡിയാക്കിയ ശേഷം മോര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടുക് കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. തോരൻ വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ പയറ് തോരൻ അമ്മ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ക്യാബേജ് തോരനാണ് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്യാബേജ് തോരൻ വെക്കാനായിട്ട് ക്യാബേജ് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ തേങ്ങയുടെ അരപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തോരനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പപ്പടവും കാച്ചി അതുപോലെ തന്നെ മുളകും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ശേഷം ഇലയൊക്കെ തുടച്ച് വൃത്തിയാക്കി. അപ്പോഴേക്കും അമ്മയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 1 മണിയായപ്പോൾ തുടങ്ങിയേ. അങ്ങനെ ഇലയിട്ട ശേഷം ഓരോ കറികളായിട്ട് വിളമ്പിട്ടോ. ഉപ്പ് വിളമ്പി, പിന്നെ മുളക് ഉണ്ടായിരുന്നു, ഇഞ്ചിപ്പുളി, അച്ചാറ്, ബീട്രൂട്ട് പച്ചടി, നമ്മുടെ സാധാ വെള്ളരിക്ക പച്ചടി ഉണ്ടായിരുന്നു. പിന്നെ 2 കൂട്ടം തോരൻ ഉണ്ടായിരുന്നു കേട്ടോ. പയറ് തോരനും ഉണ്ടായിരുന്നു, ക്യാബേജ് തോരനും ഉണ്ടായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു, ഓലൻ ഉണ്ടായിരുന്നു, ചോറും സാമ്പാറും പപ്പടവും. ഇത്രയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ മോരും ഉണ്ടായിരുന്നേ. പിന്നെ നല്ല അടിപൊളി പാലട പായസം ഉണ്ടായിരുന്നു. അങ്ങനെ സദ്യ ഉഷാറായി. സദ്യയൊക്കെ കഴിച്ച ശേഷം കുറച്ച് നേരം കടന്നങ്ങ് ഉറങ്ങിപ്പോയട്ടോ. പിന്നെ എഴുന്നേറ്റ് ചെടിയൊക്കെ ഒന്ന് നനച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കാനായിട്ട് തുടങ്ങി. രാത്രിയും ഭക്ഷണം സദ്യ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പടക്കത്തോടു കൂടി വിഷു കഴിഞ്ഞേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ബൈ.